ഏവർക്കും സ്നേഹ നമസ്കാരം. ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹത്തോടെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഏവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഏവരും സുഖമായിരിക്കുവാനും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ നമ്മളുടെ കഥയിലേക്ക് കടക്കാം. കഥയിലേക്ക് കടക്കും മുമ്പ് ആസ് യൂഷ്വൽ ഞാൻ എൻ്റെ പറയേണ്ട കാര്യം പറഞ്ഞില്ലെങ്കിൽ നിങ്ങളാരും ലൈക്കും ചെയ്യത്തില്ല, ഷെയറും ചെയ്യത്തില്ല, സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യത്തില്ല, മറന്നു പോകുമായിരിക്കും. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റുകൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. കമൻറ്റുകൾ എഴുതി അറിയിക്കുക തന്നെ ചെയ്യണം. കാരണം ഞാനിപ്പോൾ ഇടയ്ക്കാണ് ഞാൻ നമസ്കാരം പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തെങ്കിലും പറഞ്ഞിട്ട് ഇടയ്ക്ക് വീണ്ടും അങ്ങനെ നമസ്കാരം പറയുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞു, ഇങ്ങനെയാണോ പറയേണ്ടത്, ആദ്യമാണ് നമസ്കാരം പറയേണ്ടത്, ഈ ഇടയ്ക്ക് കയറി എന്തിനാണ് നമസ്കാരം പറയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഞാനിപ്പോൾ നമസ്കാരം ഇന്ന് മുതൽ ആദ്യമാണ് ആക്കുന്നത്. ഇനി മുതൽ ഞാൻ ഇടയ്ക്ക് നമസ്കാരം പറയില്ല. അത് ശരിയാണ്, ആദ്യം നമ്മൾ പറയുമ്പോൾ നമസ്കാരം പറഞ്ഞു തുടങ്ങിയിട്ടാണ് നമ്മൾ പറയേണ്ടതെന്ന് എനിക്കറിയാം. പക്ഷേ ഞാനൊരു സ്റ്റൈലിന് ഇടയ്ക്ക് അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ, മറ്റൊന്നും കൊണ്ടല്ല. പിന്നെ മറ്റൊരു കാര്യം, ചില ആളുകൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ചില സ്ഥലങ്ങൾ എവിടെയാണ്, എങ്ങനെയാണ്, ഏതാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ മനഃപൂർവ്വം നമ്മളത് ഹൈഡ് ചെയ്ത് വയ്ക്കുന്നതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴേക്കും ഞാനങ്ങനെ പറയാറുണ്ട്, അമ്മച്ചി അല്ലെങ്കിൽ അപ്പച്ച ഇത് ഞാനൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. ഇത് ഞാൻ എടുക്കുമ്പോൾ ചിലർക്കൊന്നും ഈ വീഡിയോ, മിക്കവാറും ഉള്ളൊരു 90% ആളുകൾക്ക് ഇപ്പോൾ വീഡിയോ യൂട്യൂബ് എന്നൊക്കെ പറഞ്ഞാൽ അറിയാം. പക്ഷേ ചില ആൾക്കാർക്ക്, പ്രായം ചെന്ന ആളുകൾക്ക് അറിയില്ല. അപ്പോഴിങ്ങനെ സിനിമ പോലെ വരുന്നതല്ലേ എന്നൊക്കെ ഇങ്ങനെ ചില ചോദിക്കാറുണ്ട്. അപ്പം പറയും, മക്കളെ ഞങ്ങളുടെ പേരും ഫോട്ടോയും ഒന്നും അങ്ങനെയൊന്നും ഇടരുത്, എവിടെയാണെന്നും പറയരുത് കേട്ടോ. കഥ കൊച്ചു പറഞ്ഞു, പക്ഷേ മറ്റുള്ള അങ്ങനെ പറയാറുണ്ട് അവർ. അപ്പോൾ അവരുടെ അതിന് പ്രൈവസിക്ക് അല്ലെങ്കിൽ അവരുടെ ഇതിന് നമ്മൾ ഒരിക്കലും ഭംഗം വരുത്തരുത്, അല്ലെങ്കിൽ വിഘ്നം വരുത്തരുത്. ചില ആൾക്കാരുടെ മക്കളെ, മരുമക്കളെ, കുടുംബക്കാരെ, മറ്റുള്ളവർക്കൊക്കെ ആകുമ്പോൾ അവർ മറ്റു ദോഷങ്ങൾ കാണുമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തു പറയാത്തത്. പിന്നെ മറ്റ് ചില കാര്യങ്ങളിൽ ചിലപ്പോൾ ഇങ്ങനെ പേരൊക്കെ പറയുമ്പോൾ ഞാൻ വേറെ പേര് പറഞ്ഞാലും ഇടയ്ക്കിടയ്ക്ക് ഒറിജിനൽ പേരിന് ഓട്ടോമാറ്റിക്കലി സത്യസന്ധമായിട്ടുള്ള പേര് കയറി വരും. അതുകൊണ്ടാണ് ചിലപ്പോഴേക്ക് 2 പേര് പറയുന്നത്. അത് തെറ്റിദ്ധരിക്കേണ്ട, അതിൽ ഒരു പേര് ശരിയായിട്ടുള്ള പേരാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കയറി വരുന്നത്. നമുക്കിങ്ങനെ പറയുമ്പോൾ അബദ്ധത്തിലാണെങ്കിലും ചിലപ്പോൾ മറ്റേ പേര്, ഒറിജിനലായിട്ടുള്ള പേരുകൾ ഇങ്ങനെ കയറി വരുമല്ലോ എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്നോട് വഴക്കുണ്ടാക്കില്ല കേട്ടോ. ഞാനിന്ന് എൻ്റെ ജീവിതത്തിലൊരു വലിയ പാഠം പഠിച്ച ദിവസമാണ് ഞാനിന്ന്. എൻ്റെ ജീവിതത്തിൽ നിന്നല്ല, എനിക്ക് ആ തിരിച്ചറിവ് ഒരു വലിയ തിരിച്ചറിവാണ്. തീർച്ചയായിട്ടും എനിക്ക് അതിനകത്ത് അല്പം കുറ്റബോധവുമുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ചില സംഗതികൾ, ചില അറിവുകൾ നമ്മൾ യാദൃശ്ചികമായിട്ടൊക്കെ ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു തിരിച്ചറിവിൻ്റെ ദിവസമായിരുന്നു ഇന്നെനിക്ക്. ഞാൻ ജില്ലാശുപത്രിയിൽ ഒരു ഡോക്ടറെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണമായിരുന്നു, ഒരു അറ്റസ്റ്റേഷനൊക്കെ ഉണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ജില്ലാശുപത്രിയിൽ പോയതാണ്. ജില്ലാശുപത്രിയിൽ പോയപ്പോഴേക്കും അവിടെ നമ്മൾ ഈ കൗണ്ടറുണ്ട്, OP കൗണ്ടറിൻ്റെ അപ്പുറത്ത് വെച്ചിട്ട് ഞാൻ യാദൃശ്ചികമായിട്ട് ഒരു സംഭവം അറിയാനായിട്ട് ഇടയായി. കാരണം അത് പറഞ്ഞ് അവിടുത്തെ സിസ്റ്റേഴ്സ് പറഞ്ഞ് ചിരിക്കുക, മറ്റുള്ളൊരു ചെറിയൊരു സംഗതിയാണ്. അപ്പോൾ ഞാനപ്പോൾ ആ സംഗതി എന്താണ് എന്ന് എനിക്കറിയാനായിട്ട് അല്പം ഒന്ന് മനസ്സിലാക്കിയപ്പോഴേ എനിക്കത് അറിയാനായിട്ട് ക്യൂരിയോസിറ്റി ഉണ്ടായപ്പോഴേക്കും കാര്യം പറഞ്ഞപ്പോഴത്തേക്കും തീർച്ചയായിട്ടും എനിക്കതിൻ്റെ ആൾക്കാരെ എനിക്കൊന്ന് കാണണമെന്ന് തോന്നി. കാരണം അത് അത്രമാത്രം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ജീവിതത്തെ എന്നെ സംബന്ധിച്ചോളം എനിക്കൊരു വലിയൊരു തിരിച്ചറിവാണത്. വലിയൊരു വലിയ നിസ്സാരമായിട്ട് നമ്മൾ കാണുമെങ്കിലും അത് വളരെ വലിയൊരു സംഗതിയാണത്. അപ്പോൾ അതാണ് ഞാൻ ട്രാവൽ വിത്ത് സുനു സത്യം തേടിയുള്ള യാത്രയിൽ നമ്മുടെ ജില്ലാശുപത്രിയിൽ കണ്ട ആ സംഭവത്തിൻ്റെ യഥാർത്ഥത്തിലേക്ക്, ആ സംഭവത്തിൻ്റെ സത്യാവസ്ഥയിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അങ്ങനെയുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് കമൻറ്റ് ചെയ്യണം. അതേക്കുറിച്ച് നിങ്ങൾ എഴുതണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ഇത് എഴുതി അറിയിക്കാനായിട്ട് മറക്കരുത്. കാരണം നമ്മളുടെ ഇന്നത്തെ കഥയിലെ കഥാപാത്രങ്ങൾ തങ്കമണിയും പത്മനാഭനുമാണ്. പത്മനാഭൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പത്മനാഭൻ എന്നാണ്. പത്മനാഭൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. തങ്കമണി, 2 പേരും ഭാര്യ ഭർത്താക്കന്മാരാണ്. ഈ പത്മനാഭൻ എന്ന് പറഞ്ഞ അച്ഛന് 82 വയസ്സ് കഴിഞ്ഞ് 83 വയസ്സിലേക്ക് എത്തുന്നു. തങ്കമണി എന്ന് പറഞ്ഞ അമ്മച്ചിക്ക് ഇപ്പം 72 വയസ്സോ. 2 പേർക്കും 10 വയസ്സിൻ്റെയോളം വ്യത്യാസമുണ്ട്. കാരണം 10 വയസ്സിൻ്റെ വ്യത്യാസം അന്നത്തെ കാലത്ത്. ഒരു വിവാഹം കഴിച്ചിട്ട് അമ്മ 20ാമത്തെ വയസ്സ് തികഞ്ഞ സമയത്തൊക്കെയാണ് ഈ പത്മനാഭൻ എന്ന് പറഞ്ഞ അച്ഛനെ കല്യാണം കഴിച്ചത്. അപ്പോഴേക്കും ഇപ്പോൾ അമ്മയ്ക്ക് 72 വയസ്സായിരുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 50-52 വർഷം മുമ്പാണ് ഇവർ വിവാഹിതരായത്. അപ്പോൾ അമ്മയ്ക്ക് കഴിഞ്ഞ ദിവസം പനിയായിരുന്നു. പനി ആയതുകൊണ്ട് ഇപ്പോഴത്തെ പനിക്ക് അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ പനി വന്നു കഴിഞ്ഞാൽ
ശരീരവേദന, വൈറൽ ഫീവർ, മറ്റുള്ള പ്രായമായ ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പനി പെട്ടെന്ന് അങ്ങ് പോകത്തൊന്നുമില്ല. പനി വന്ന ചില സമയത്ത് ഇച്ചിരി ഇൻഫെക്ഷനൊക്കെ ആയി, ചെസ്റ്റ് ഇൻഫെക്ഷനൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആൻറ്റിബയോട്ടിക് എടുക്കണം. എടുക്കണമെങ്കിൽ ഇഞ്ചക്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് ഒക്കെ ആണെങ്കിൽ പ്രായമുള്ള ആളുകളാണെങ്കിൽ അവർ അഡ്മിറ്റ് ആക്കേണ്ട. തീർച്ചയായിട്ടും അങ്ങനെയുള്ള പനിയുമായിട്ട് വരുന്ന ആൾക്കാരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഈ തങ്കമണി അമ്മയും നമ്മുടെ പത്മനാഭൻ അച്ഛനും കൂടെ പിന്നെ അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നപ്പോഴും അമ്മയ്ക്ക് പനി ഇച്ചിരി കൂടുതലായതുകൊണ്ട്, ഇൻഫെക്ഷൻ ഉള്ളത് കൊണ്ട്, ചെസ്റ്റ് ഇൻഫെക്ഷൻ്റെ ചെറിയ ഇത് ഒക്കെ ആയതുകൊണ്ട്, പിന്നെ അത് തന്നെ ഇടയ്ക്ക് പിന്നെ നെബുലൈസേഷൻ ഉണ്ടല്ലോ, നമ്മുടെ ആവി എടുക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് അമ്മേനെ അവിടെ അമ്മയെ അഡ്മിറ്റാക്കിയിട്ട് പിറ്റേ ദിവസമാണ് ഞാൻ വന്നത്. കാരണം പിറ്റേ ദിവസം എന്ന് വെച്ചാൽ അമ്മേനെ അവർ നിർബന്ധപൂർവ്വം വന്നിട്ട് മകനും മകളും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. മകനും മകളും എന്ന് പറഞ്ഞാൽ മകൻ്റെ ഭാര്യയുമാണ് പറഞ്ഞത്. അവരെന്നെ മകനും മകളും എന്നാണ് അത്രയ്ക്കേറെ അടുപ്പത്തോടു കൂടിയാണ് പറയുന്നത്. ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് വന്നതാണ്. അപ്പോൾ അവിടെ ഇവരുടെ ഈ കാര്യം പറഞ്ഞ് ഡിസ്ചാർജ് കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞിട്ടാണ് അവരവിടെ അവിടെ നിന്നിട്ട് അല്ല, അതിൻ്റെ കൗണ്ടറുണ്ട് അതിൻ്റെ അപ്പുറത്ത്. അവിടെ നിന്ന് അവരത് പറഞ്ഞിട്ട് ഡിസ്കസ് ചെയ്തപ്പോഴാണ് എനിക്കതിൻ്റെ ആ ഒരു വലിയൊരർത്ഥം, വലിയൊരു കാഴ്ചപ്പാട് എനിക്ക് മനസ്സിലായത്. കാരണം ഈ 52 വർഷമായിട്ടും ഇവർ ഭാര്യാഭർത്താക്കന്മാരായിട്ട് 52 വർഷമായി. ഈ 52 വർഷമായി ഭാര്യാഭർത്താക്കന്മാരായിട്ട് അവർ ജീവിക്കുന്നയാളാണ്. എന്നിട്ട് ഈ പനി വന്നിട്ട് അമ്മ ഈ ജില്ലാശുപത്രിയിൽ മിക്കവാറും എല്ലാ ആശുപത്രികളിലും ഈ പുരുഷന്മാരുടെ വാർഡിൽ പുരുഷന്മാർക്ക് സ്ത്രീകൾക്ക് നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാം, അവരെ നോക്കാനൊക്കെ ആയിട്ട് നമുക്ക് അത് സാധ്യമാണ്. അത് പ്രായോഗികമായിട്ട് വലിയ വിഷയമുള്ള കേസല്ല. പക്ഷേങ്കിൽ സ്ത്രീകളുടെ വാർഡിൽ പുരുഷന്മാരെ പ്രവേശിപ്പിക്കത്തില്ല. സ്ത്രീകൾക്ക് കൂട്ടിരിപ്പുകാരായിട്ട് സ്ത്രീകൾ തന്നെ വേണം. പുരുഷന്മാരെ ആ വാർഡിലേക്ക് അനുവദിക്കത്തില്ല. എസ്പെഷ്യലി രാത്രിയിലൊന്നും കിടക്കാനൊന്നും അനുവദിക്കത്തില്ല. അപ്പോൾ ഈ അമ്മച്ചീനെ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ വാർഡിൽ അമ്മ കിടക്കുന്ന വാർഡിൽ അച്ഛനെ അവിടെ കിടത്തില്ല എന്നുള്ള കാര്യം കൊണ്ടാണ് ഡിസ്ചാർജ് ആയി പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഇതെന്ത് അസംബന്ധമാണ് ഈ പറയുന്നത്? അത് സ്വാഭാവികമായിട്ടും അങ്ങനെയാണ്. ആശുപത്രി വന്നു കഴിഞ്ഞാൽ സ്ത്രീകളുടെ വാർഡിൽ പുരുഷന്മാരെ കിടത്തില്ല. എസ്പെഷ്യലി ഗവൺമെൻറ് ഹോസ്പിറ്റലൊന്നും ഒട്ടും കിടക്കുക. അല്ലെങ്കിൽ നമ്മൾ മുറിയൊക്കെ എടുത്ത് പ്രൈവറ്റ് ആശുപത്രിയിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. മേ ബി അവരും അവിടുത്തെ തന്നെയാണെങ്കിലും വാർഡിൽ കിടക്കുന്നവരെ സമ്മതിക്കത്തില്ല അങ്ങനെ. എസ്പെഷ്യലി സ്പെസിഫൈ ചെയ്ത് മുറി എടുത്താൽ മാത്രമേ അത് സമ്മതിക്കത്തുള്ളൂ. അപ്പം ഇവിടെ അത് സമ്മതിക്കാത്തതുകൊണ്ട് അവർ ഡിസ്ചാർജ് വാങ്ങി പോവുകയാണ്. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ മകനുണ്ട്, ഞാൻ മകനോട് ചോദിച്ചു. വാസുദേവൻ എന്നാണ് മകൻ്റെ പേര്. മൂത്ത മകനല്ല, മൂന്നാമത്തെ മകനാണ് അമ്മച്ചിയും അമ്മയും അച്ഛനെയും അവിടെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് വന്നത്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പം പറഞ്ഞു, അയ്യോ ചേട്ടാ അതൊന്നും പറയണ്ട, അതൊരു അമ്മയും അച്ഛനും അങ്ങനെയാണ്. അച്ഛന് അമ്മയുടെ കൂടെ അല്ലാതെ, അല്ലെങ്കിൽ അമ്മയ്ക്ക് അച്ഛൻ്റെ കൂടെ അല്ലാണ്ട് അവർ കിടക്കില്ല. അവർക്ക് അങ്ങനെ ഇത് കഴിയാൻ പറ്റത്തില്ല. അച്ഛൻ ഇന്നലെ വീട്ടിൽ കിടന്ന് ബഹളവും, അച്ഛനും ഈ കാണിക്കാത്ത വെപ്രാളവും പരവേശമൊന്നുമില്ല. അച്ഛന് ഭയങ്കര ബുദ്ധിമുട്ട്, വിമ്മിഷ്ടം, ഇപ്പം മരിക്കാൻ പോകുന്ന പോലുള്ള കാട്ടായങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. കാരണം കൂടെ കിടക്കാൻ അമ്മയില്ല. ഓർത്തോണം, 83 വയസ്സായി അച്ഛന്, അമ്മയ്ക്കാണെങ്കിൽ 72 വയസ്സായി. അപ്പം പറയുകയാണ്, ഇവർ വിവാഹം കഴിഞ്ഞിട്ട് ഈ 52 വർഷമായിട്ട്, ഈ 52 വർഷത്തിനിടയ്ക്ക് ഒരു ദിവസം പോലും അവർ കട്ടിൽ മാറി അല്ലെങ്കിൽ പായ മാറി കിടന്നിട്ടില്ല. അവർ ഇന്ന് വരെ അച്ഛനും അമ്മയും ഒരുമിച്ചല്ലാതെ ഈ നീണ്ട ഒരു 5 ദശാബ്ദക്കാലങ്ങൾക്ക് മുകളിലായി അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് അവർ ഇന്നേ വരെ അല്ലാതെ ഇതുവരെ അല്ലാണ്ട് ഒരാൾ മറ്റൊരാളുടെ കൂടെ അല്ലാണ്ട് അവർ ഉറങ്ങിയിട്ടില്ല. അതുകൊണ്ട് അച്ഛന് അമ്മയില്ലാണ്ട് ഉറങ്ങാൻ പറ്റത്തില്ല. അമ്മയുടെ കൂടെ അല്ലാണ്ട് അച്ഛന് അവിടെ ആശുപത്രിയിൽ പോയി രാത്രി പറയുകയാണ്, അവളുടെ അടുത്ത് കൊണ്ടുവിടണം, എനിക്ക് അവളുടെ കൂടെ പോയി ആശുപത്രിയിൽ കിടക്കണം എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലുകാർ സമ്മതിക്കുമോ? രാത്രിക്ക് രാമൻ ആശുപത്രി ആകുമ്പോഴത്തേന് അവർ പറഞ്ഞു വിട്ടു. അപ്പോൾ പറഞ്ഞത് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അന്ന് രാത്രി മുഴുവൻ ആശുപത്രിയിൽ പിന്നെ ജില്ലാ ആശുപത്രിയുടെ വരാന്തയിൽ കുത്തിയിരുന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഡിസ്ചാർജ് മേടിച്ച് അമ്മയും കൊണ്ട് പോവുകയാണ് വീട്ടിലേക്ക്. ഉള്ള മരുന്നൊക്കെ ഇതൊക്കെ മേടിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല, എന്തെങ്കിലും കൂടുകയാണെങ്കിൽ വന്നോളും. അതല്ല അസുഖം ഇച്ചിരി വേറെ പ്രശ്നമാണെങ്കിൽ ഞങ്ങൾ പിന്നെ ഒരുമിച്ച് കിടക്കാൻ സമ്മതിക്കുന്ന മറ്റുള്ള പ്രൈവറ്റ് ആശുപത്രിയിൽ പൊക്കോളും എന്ന് പറഞ്ഞിട്ടാണ് അവർ അവിടുന്ന് ഡിസ്ചാർജ് വാങ്ങി പോകാനായിട്ട് തയ്യാറാകുന്നത്. എൻ്റെ ജീവിതത്തിൽ എന്നെ സംബന്ധിച്ചുള്ള ഈ ഇത്രയും വർഷമായിട്ട് എനിക്കൊരു അതിശയമാണ്. 52 വർഷമായിട്ടൊരു അച്ഛനും അമ്മയും ജീവിതത്തിൽ ഇന്നേ വരെ ഒരു ദിവസം പോലും മാറി കിടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അത്ഭുതമല്ലേ നമ്മളുടെ ജീവിതത്തിൽ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. വളരെ വലിയ അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എൻ്റെയൊന്നും ജീവിതത്തിൽ ഞാനങ്ങനെ ചിന്തിച്ചിട്ട് കൂടിയില്ല. അവൾ വീട്ടിൽ പോയി സന്തോഷം, ആശ്വാസമായി എന്നുള്ള മനോഭാവം ഞാനുള്ള കാര്യം പറയാം കേട്ടോ. അവളൊന്ന് വീട്ടിലേക്ക് പോകുമ്പോഴത്തേന് അവൾ മിക്കവാറും, എൻ്റെ വൈഫ് മിക്കവാറും അവളുടെ വീട്ടിൽ അവർ പെൺകുട്ടികൾ തന്നെയാണ്. മിക്കവാറും ഒക്കെ എന്തെങ്കിലും ഓടിക്കൊണ്ട് ഞാൻ ഓടിക്കൊണ്ട് വീട്ടിൽ കൊണ്ടാക്കുക ചെയ്യാറുള്ളത്. ഞാനെപ്പോഴും കറങ്ങി നടക്കുന്നയാളും പിന്നെ കഥകൾ തേടിയും അവിടെ ഇവിടെയൊക്കെ ഓടിപ്പോയി നടക്കുന്നയാളായതുകൊണ്ട്
ഞാനെപ്പോഴും അവളെ തരം കിട്ടിയാൽ എടി നീ വീട്ടിൽ പോയി നിന്നോ, മമ്മിയുടെ കൂടെ പോയി നിന്നോ, അവിടെ നിൽക്കുക, അതാ നല്ലതെന്ന് പറഞ്ഞിട്ട് ഞാൻ അവളെ വീട്ടിൽ കൊണ്ട് വിടാറാണ് നല്ലത്. അപ്പോഴേ എനിക്കത് ഭയങ്കര സന്തോഷമാണ്. കാര്യം കുഴപ്പമില്ല. അത് മിക്കവാറും ഭർത്താക്കന്മാർ, ഇപ്പോഴത്തെ ജനറേഷനുള്ള ഭർത്താക്കന്മാർക്കൊക്കെ എന്നാന്ന് വെച്ചാൽ ഭാര്യമാരെ വീട്ടിൽ കൊണ്ട് വിട്ട് കഴിഞ്ഞാൽ അവർക്ക് സ്വർഗ്ഗമാണ്. വീട്ടിൽ അവരുടെ ആ ഒരു, ഞാൻ കോമഡി പറഞ്ഞതല്ല, ചിലരൊക്കെ അങ്ങനെയാണ് മോസ്റ്റ്ലി. ചില ഭാര്യമാർക്കൊക്കെ ആണെങ്കിലും ഭർത്താക്കന്മാർ ഒക്കെ നമ്മുടെ സ്വന്തം വീട്ടിലൊക്കെ പോയി നിൽക്കുമ്പോഴത്തേനും അവർക്കൊരു സുഖവും സന്തോഷമൊക്കെയാണ്, സംതൃപ്തമാണ്, സ്വന്തം വീട്ടിലാണ്. ഭർത്താവിൻ്റെ അല്ല അതെടുത്ത് കൊടുക്കുക ഇതെടുത്ത് കൊടുക്കുക, കൂടെ ഇങ്ങനെ ഒരു കൈയായിട്ട് കൂടെ നിൽക്കണമല്ലോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അതൊക്കെ പോട്ടെ. ഇത് ഇങ്ങനെ ഒരു സംഗതി ഞാൻ ഇത്രയും 52 വർഷമായിട്ട് അവരുടെ ജീവിതത്തിൽ അങ്ങനെ മാറാനുള്ള എത്ര സന്ദർഭങ്ങൾ ഉണ്ടായിട്ടില്ല. അവരത് മാറി. അമ്മയ്ക്കത് പറയുമ്പോഴത്തേനും പനിയുടെ കോളിലാണെങ്കിലും മാസ്ക് ഒക്കെ വെച്ചിട്ടാണെങ്കിലും എനിക്ക് അമ്മയുടെ കണ്ണുകളിലെ ആ തെളിച്ചും കണ്ണുകളിലെ ആ ഒരു സന്തോഷവും കാണാൻ പറ്റുമ്പോൾ ഇങ്ങേരുടെ കൂടെ അല്ലാണ്ട് എനിക്കത് പറ്റത്തില്ല. കാരണം ഇന്ന് വരെ ഞാൻ ഇങ്ങേരെ എന്ത് കല്യാണം ഉണ്ടെങ്കിലും ഏത് അടിയന്തരം ഉണ്ടെങ്കിലും എവിടെ പോയാലും ഏത് ഉത്സവമാണെങ്കിലും എങ്ങനെ പോയി ഞാൻ രാത്രി തിരിച്ച് വീട്ടിലെത്തും. അല്ലെങ്കിൽ അവളുടെ കൂടെ, അല്ലെങ്കിൽ അമ്മച്ചിക്കാണെങ്കിലും അച്ഛനാണെന്നുണ്ടെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് ഒരുമിച്ച് ഒരു പായയിൽ ഒരുമിച്ച് ഒന്ന് കെട്ടിപ്പിടിക്കുമല്ലോ എനിക്കറിയത്തില്ല. ഒരുമിച്ച് അവർ ഒരു ആ പരസ്പരമുള്ള ചൂടേറ്റ് കിടന്നില്ലെങ്കിൽ അവർക്ക് ഉറക്കം വരില്ല. അതവരുടെ ശീലമാണ്, അത് അവരുടെ ജീവിതചര്യയാണ്. അവർ പറയുന്നത് അങ്ങേരെൻ്റെ കെട്ടിയോനല്ലേ, ഇവളെൻ്റെ കെട്ടിയോളല്ലേ, അപ്പം ഞാൻ അവളുടെ കൂടെ അല്ലേ കിടക്കേണ്ടതെന്നാണ് പറയുന്നത്. പക്ഷേ ഇന്നത്തെ നമ്മുടെ ഈ ജനറേഷനിൽ ഒരു അധികമൊന്നും വേണ്ട, 10-30 വയസ്സ് ഒരു കൊച്ചിനെ പ്രസവിച്ചിട്ട് ആ കൊച്ചിൻ്റെ സമയത്ത് പോലെ ഇതിനകത്ത് മറ്റൊരു കാര്യം, ഈ കൊച്ചിൻ്റെ പ്രസവത്തിൻ്റെ സമയം കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു, അപ്പോൾ പിള്ളേരൊക്കെ ഉണ്ട്, അവർക്ക് 6 പിള്ളേരാണ്. അപ്പോൾ അമ്മയ്ക്ക് നാണം. അമ്മ പറഞ്ഞു അത് പിള്ളേരുണ്ടായി കിടക്കുമ്പോഴത്തേനും നമ്മൾ പെറ്റ് കിടക്കുമല്ലേ, എന്നാലും അങ്ങേര് മുറിയുടെ അപ്പുറത്തുണ്ട് എന്നാണ് പറയുന്നത്. പേരൊക്കെ എന്നു വെച്ചാൽ എല്ലാം അവരുടെ വീട്ടിൽ തന്നെയായിരുന്നു, അന്ന് പണ്ടത്തെ കാലത്തെ പ്രസവമൊക്കെ അല്ലേ. എന്നാലും അങ്ങേര് എൻ്റെ വിളിപ്പുറത്ത് അപ്പുറത്തുണ്ട്. ആ സമയത്ത് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് അന്നേരം ഒന്നിലും കൂടെ ഒരുമിച്ച് വന്ന് കൂടെ കിടന്നില്ലെങ്കിലും വിളിപ്പുറത്തുണ്ടെന്നുള്ള ഇതാണ്. അപ്പം ആ വിളിപ്പുറത്തെ രീതിയിൽ നിന്നും മാറി കിടന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ഇപ്പോഴത്തെ കാലത്ത് ഒരു 30-31 വയസ്സൊക്കെ ആയിട്ട് കല്യാണം കഴിഞ്ഞിട്ട് പ്രസവമൊക്കെ കഴിഞ്ഞൊരു 2 പിള്ളേരൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഒരു മുറിയിൽ അല്ലെങ്കിൽ അവരൊരു കട്ടിലേക്ക് കിടക്കില്ല. കാരണം പിള്ളേരൊക്കെ വലുതായില്ലേ. സാധാരണ പറഞ്ഞ ഡയലോഗാണ്, പിള്ളേരൊക്കെ വലുതായില്ലേ, ഇനി ഇന്നത്തിന് നിങ്ങൾക്ക് അപ്പുറത്ത് പോയി കിടക്കുക, നീ അപ്പുറത്ത് പോയി കിടക്കുക. അങ്ങനെ ഒരു മനോഭാവമാണ്. കുട്ടികളൊക്കെ ഇച്ചിരി മുതിർന്ന് കഴിയുമ്പോഴത്തേനും അച്ഛനും അമ്മയൊക്കെ കട്ടിൽ മാറി റൂം മാറി വേറെ രീതിയിലേക്കാണ്. പിന്നീട് ഒരു 10-40 വർഷത്തിന് വയസ്സ് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഒരിക്കലും കിടക്കാത്ത ഒത്തിരി ആളുകളുണ്ട്. എനിക്ക് തന്നെ ധാരാളം ആളുകളെ അറിയാം. ഞാൻ തന്നെ ഇപ്പം നമ്മുടെ തന്നെ ഓരോരുത്തരുടെ ഉദാഹരണമാണ്. അവസരം കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോയി തനിച്ച് കിടക്കാം, കംഫർട്ടബിളായിട്ട് കിടക്കാം എന്നുള്ള രീതിയിൽ തനിച്ച് പോയി കിടക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ്. ഒരുമിച്ച് കിടക്കുക എന്നുള്ള അർത്ഥം എന്ന് പറഞ്ഞാൽ അവിടെ സെക്സ് ചെയ്യുക, ശാരീരിക ബന്ധത്തിന് വേണ്ടി അങ്ങനെയുള്ള ചിന്താഗതിയേ അല്ല. നമ്മൾ പരസ്പരം മനസ്സറിഞ്ഞ്, പരസ്പരം ശരീരം പറഞ്ഞ്, പരസ്പരം നമ്മളുടെ അങ്ങനെയുള്ള ആളുകൾക്കുണ്ടല്ലോ ഭയങ്കര ബോണ്ടിങ് ആയിരിക്കും അവർ നമ്മൾ എന്തൊക്കെ എന്ന് പറഞ്ഞാലും അവർക്ക് ഒരാൾ മറ്റൊരാളില്ലാതെ പറ്റത്തില്ലാത്ത, അത് അവരുടെ ശരീരം മാത്രമല്ല അവരുടെ ആത്മാവ് വരെ ഒരുമിച്ചിരിക്കുന്ന ഒരു അനുഭവമാണ്. എൻ്റെ കുഞ്ഞുനാളിലൊക്കെ ഞാനിന്ന് പറഞ്ഞു വന്നപ്പോൾ ഓർക്കുകയാണ്, എൻ്റെ കുഞ്ഞുനാളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഞാനൊരു 10ാം ക്ലാസ് വരെ കഴിഞ്ഞ് ആ സമയത്തൊക്കെ നമ്മളൊക്കെ കുഞ്ഞിലെ ആ പണ്ടത്തെ കാലഘട്ടത്തിലൊക്കെ അമ്മയുടെ കൂടെ കട്ടിലയിലാണ് കിടക്കുന്നത്. അപ്പോൾ വീട്ടിൽ അമ്മയുടെ കൂടെ ഇങ്ങനെ കിടക്കുമ്പോഴത്തേനും ഞാൻ എപ്പോഴും എനിക്ക് വൈകുന്നേരം ചിന്തിക്കുന്നത് ദൈവമേ അമ്മ വീട്ടിലേക്കൊക്കെ കൊല്ലത്തോട്ടം കാണാൻ പോയി കഴിയുമ്പോഴത്തേനും എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഞാൻ സമ്മതിക്കത്തില്ല, ഞാൻ അമ്മയുടെ കൂടെ പോകും. കാരണം എനിക്ക് അമ്മയുടെ കൂടെ അല്ലാണ്ട് ഞാൻ ചിന്തിക്കുന്നു അമ്മയില്ലാണ്ട് ഞാൻ എങ്ങനെ ഉറങ്ങും, അതാണ് എൻ്റെ വലിയ ചിന്ത. അമ്മയില്ലാതെ എനിക്ക് എങ്ങനെ ഉറക്കം വരും, ഞാൻ എങ്ങനെയാണ് അമ്മയില്ലാണ്ട് ഉറക്കുന്നത്. വലിയ ചെക്കനായാലും എൻ്റെ മനോഭാവത്തിൽ അങ്ങനെയാണ്. അതുപോലെ തന്നെ ഞാൻ ഡിഗ്രിക്കൊക്കെ ഞാനിപ്പം ഓർക്കുകയാണ്, ഡിഗ്രിക്കൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും നല്ല ഭക്ഷണം കഴിച്ചിരിക്കുന്നത് എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് കഴിച്ചിരിക്കുന്ന ഉരുളയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഭക്ഷണം. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാനിങ്ങനെ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് വൈകുന്നേരം ഞാൻ തിരിച്ച് വരുമ്പോഴത്തേനും അമ്മ ചിലപ്പോൾ പുട്ടായിരിക്കും, വീട്ടിൽ മിക്കവാറും പുട്ടുണ്ടാക്കും. അമ്മ പുട്ടിങ്ങനെ കഴിക്കാനും, അമ്മ പുട്ട് കഴിക്കുമ്പോൾ വീട്ടിൽ പുട്ടുണ്ടാക്കുമ്പോൾ എപ്പോഴും നന്നായിട്ട് നാളികേരം തേങ്ങ നന്നായിട്ടിട്ടുണ്ട് പുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ രാവിലത്തെ പുട്ട് ബാക്കി വരുന്ന അമ്മ ഉച്ചയ്ക്ക് ചോറുണ്ട്, പണിയെല്ലാം കഴിയുമ്പോഴത്തേനും ഒരു 4-4:30 ആകുമായിരിക്കും. അപ്പോഴായിരിക്കും ഉച്ചയുടെ ചോറ് ഉണ്ണുന്നതിന് പകരമായിട്ട് അമ്മ ഈ പുട്ടായിരിക്കും കഴിക്കുന്നത്. അപ്പം ഞാൻ ചിലപ്പം വരുമ്പോൾ അമ്മ ഇങ്ങനെ പുട്ട് കഴിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. ഇങ്ങനെ പുട്ട് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേന് ഞാൻ വന്ന് കാണുമ്പോഴത്തേനും അമ്മ ഉടൻ തന്നെ എന്നാന്ന് വെച്ചാൽ ഞാൻ ആ ഡ്രസ്സൊക്കെ മാറി ഒരു മീൻസ് മുണ്ടൊക്കെ എടുത്തിട്ട് വരുന്ന സമയമുണ്ടല്ലോ, അപ്പോൾ തന്നെ അമ്മ ഇങ്ങനെ പുട്ട് എടുത്തിങ്ങനെ ഉരുട്ടും നല്ല പഞ്ചസാരയൊക്കെ ഇട്ടിട്ടാണ് അമ്മ ഉരുട്ടുന്നത്. അങ്ങനെ ഉരുളകളായിട്ട് അമ്മ ഇങ്ങനെ എനിക്ക് അവിടെ ഉരുട്ടി അവിടെ വെച്ചേക്കും. അപ്പോൾ ഞാൻ ആ ഉരുള എടുത്ത് കഴിക്കും. അപ്പം ഡിഗ്രി തലം വരെ ആ സമയം വരെയൊക്കെയാണ് അതിനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുള്ളൂ. എന്താ രുചി എന്ന് അറിയാം, അമ്മയുടെ ആ ഭക്ഷണത്തിൻ്റെ രുചി എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് വരെ അത്രയും രുചിയുള്ള ഉരുളകൾ കഴിച്ചിട്ടില്ല. എൻ്റെ പിള്ളേർക്ക് ഞാനിപ്പോൾ കഴിച്ചാൽ അവന്മാർക്കൊക്കെ അറപ്പാണ്, അവർ വെച്ചിട്ട് അവർ കൂടും. അവർക്കൊക്കെ ഇങ്ങനെ ഉരുട്ടി കൊടുത്തു കഴിഞ്ഞാൽ
അവർക്ക് നമ്മളിപ്പം ഭാര്യയ്ക്കാണെങ്കിലും ഭർത്താവിനാണെന്നുണ്ടെങ്കിലും പിള്ളേർക്കൊക്കെ ആണെങ്കിലും അന്യരായിട്ടുള്ള സ്നേഹത്തിൻ്റെ പുറത്ത് കല്യാണം കഴിയുന്ന സമയത്തൊക്കെ നമ്മൾ വാരി കൊടുക്കും, സ്നേഹത്തോടു കൂടി പ്രേമത്തോടു കൂടി. അതിനകത്തൊരു പ്രേമമാണത്. അതെന്നാന്ന് വെച്ചാൽ അതൊരു പ്രണയത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മളിങ്ങനെ ഊട്ടുമൊക്കെ ചെയ്തത്. പിന്നെ പനിയൊക്കെ പിടിക്കുന്നത് കഞ്ഞിയൊക്കെ കോരിത്തരും സ്പൂണിലൊക്കെയാണത്. ഇപ്പോൾ കുഞ്ഞുങ്ങളോട് ഞാൻ പറഞ്ഞ പാടാ അച്ഛൻ ഇന്ന് ഒരുള്ള ചോറ് തരാം, അല്ല ഒരു ഇച്ചിരി തരാമെന്ന് വിട്ട് വായിലേക്ക് നമ്മളിങ്ങനെ ഉരുട്ടി കൊടുക്കുന്നതിന് അവർക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്ക്, എൻ്റെ കുട്ടികൾക്ക് തന്നെയല്ല, ഇപ്പോഴത്തെ കുട്ടികൾ ആരും മാതാപിതാക്കളുടെ അങ്ങ് ഉരുട്ടി വാങ്ങിച്ച് കഴിക്കുക, അവർ കഴിക്കുന്ന ഭക്ഷണം അങ്ങനെ വാങ്ങിക്കുക, അത് വേസ്റ്റാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മനോഭാവമുള്ള ആളുകളാണ്. പക്ഷേ എൻ്റെയൊക്കെ കാലഘട്ടത്തിൽ നമ്മുടെ ആ ഒരു ജനറേഷനുള്ള സമയത്തൊക്കെ മാതാപിതാക്കളിൽ നിന്ന് ഭക്ഷണം മേടിച്ച് കഴിക്കുക, അല്ലെങ്കിൽ അവരിങ്ങനെ എനിക്ക് നന്നായിട്ടറിയാവുന്ന എൻ്റെ കൂട്ടുകാരന് ഒരാളുണ്ട്, ബാബു എന്ന് പറഞ്ഞ്, അവനൊരിക്കലും വൈകുന്നേരം ഒന്നും അവനൊരിക്കലും ഭക്ഷണം തന്നെ കഴിക്കരുത്. അവനിങ്ങനെ ചെന്നിട്ട് പിന്നെ ഇങ്ങനെ അമ്മയാണ് വാരി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വലിയ ചെറുക്കനായിട്ട് 10-20 വയസ്സായാലും അമ്മ ഇങ്ങനെ വാരി കൊടുക്കുക ചെയ്യുന്നു. വൈകുന്നേരം ഒന്നും ഒരിക്കലും അവന് കയ്യിൽ നിന്ന് കഴിയേണ്ട ആവശ്യമില്ല, അമ്മ ഇങ്ങനെ വാരി കൊടുക്കുക, വാ കഴിയാൻ മാത്രം മതിയില്ല. പക്ഷേ ആ ഒരു സിസ്റ്റവും സംവിധാനവും ഒന്നും ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള ആളുകൾക്കില്ല. ഇപ്പോഴെങ്ങനെ നമ്മുടെ വീട്ടിലെ ആൾക്കാരിൽ നിന്ന് അകന്ന് കഴിയാം, അല്ല അകന്ന് കിടക്കാം, ഒറ്റപ്പെട്ട് കിടക്കാം, സന്തോഷമായിട്ട് സുഖമായിട്ട് സംതൃപ്തമായിട്ട് നല്ല വിശാലമായിട്ട് കിടക്കാം എന്നുള്ള മനോഭാവത്തിലുള്ള ഭാര്യാഭർത്താക്കന്മാരാണ് മിക്കവാറും എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഈ ഞാനീ പഠിച്ചത് നമ്മളുടെ ഈ തങ്കമണി അമ്മയുടെ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പഠിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പത്മനാഭൻ അച്ഛനിൽ നിന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത് അവർ ഇത്രയും വർഷമായിട്ടും അവരുടെ ലൈഫിൻ്റെ ആ ബോണ്ടിങ് ഉണ്ടല്ലോ. അപ്പോൾ അതെനിക്ക് മനസ്സിലായത് അവരുടെ മകനും മകളും മരുമകളും വന്നിട്ട് അവരാണെങ്കിലും ഭയങ്കര സ്നേഹത്തിലാണ്. അച്ഛനും അമ്മയും എന്ന് പറയുന്നത് പറഞ്ഞാൽ അവർക്ക് അമ്മയെ ഇല്ലാണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അവരുടൻ തന്നെ എന്നാൽ വേണ്ട നമുക്കെന്നാൽ വീട്ടിൽ പോകാം, അവർ ഡിസ്ചാർജ് മേടിച്ചുകൊണ്ട് പോവുകയാണ്. പനിയൊന്നും അല്ല അവർക്ക് വിഷയം. അച്ഛനും അമ്മയും മാറി കിടക്കത്തില്ല, അകന്ന് കിടക്കത്തില്ല. അച്ഛനും അമ്മയ്ക്കും അങ്ങോട്ട് മാറിയുള്ള പരിപാടി പറ്റത്തില്ല. അവർക്ക് ഒരു റൂമിൽ ഒരുമിച്ച് എന്നാ പനിയാണെങ്കിലും എന്നാ സൂക്കേടാണെങ്കിലും അവർക്ക് ഒരുമിച്ചുള്ള അത് അവരുടെ ജീവിതചര്യയാണിത്. അപ്പോൾ അത് കണ്ടിട്ടാണ് അവരുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ വളരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ വളരുമ്പോഴത്തേനും അതിനോട് ഫാമിലിയുടെ ഒരു വലിയൊരു കെട്ടുറപ്പ് അവിടെ ഉണ്ടാക്കാൻ സാധിക്കും. ഫാമിലിയുടെ കെട്ടുറപ്പ് എന്ന് പറഞ്ഞാൽ ഹൃദയബന്ധങ്ങളുടെ ഒരു കെട്ടുറപ്പാണ്. അപ്പോൾ ആ ഹൃദയബന്ധങ്ങളുടെ കെട്ടുറപ്പ് എന്ന് പറഞ്ഞാൽ അത് കുടുംബത്തിനെ എപ്പോഴും എല്ലായ്പ്പോഴും ചേർത്ത് നിർത്താനുണ്ട്. സ്നേഹമാണ് അഖില സാരം മൊഴിയിൽ എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ട് നമ്മൾ ഉള്ളൂരിൻ്റെ അത് നമ്മൾ പറഞ്ഞു കേട്ടത് മാത്രമല്ല, ഇവിടെ ആ സ്നേഹത്തേക്കാൾ ഉപരിയായിട്ട് ആ പരസ്പരമുള്ള ആത്മാർത്ഥത, പരസ്പരമുള്ള വിശ്വാസം, പരസ്പരമുള്ള ആ ഇഴുകിയുള്ള ആ ജീവിതമുണ്ടല്ലോ, അതിനേക്കാൾ മനോഹരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഈ ലൈഫിൽ നമുക്ക് എന്താണുള്ളത്? ഒന്നുമില്ല. നമ്മളൊക്കെ മോസ്റ്റ്ലി ആൾക്കാരൊക്കെ സമയം കിട്ടിക്കഴിഞ്ഞാൽ വഴക്കുണ്ടാക്കുക, കുറ്റപ്പെടുത്തുക, അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിട്ടിസൈസ് ചെയ്യുക, പിന്നെ ജോലിയെക്കുറിച്ച് പറഞ്ഞ് ടെൻഷൻ അടിച്ചിരിക്കുക, ഭർത്താവിന് സമയമില്ല, ഭാര്യയ്ക്ക് സമയമില്ല, ഭർത്താവിനെ ഭാര്യ കാണുന്നില്ല, ഭാര്യയെ ഭർത്താവ് കാണുന്നില്ല, പരസ്പരം സംസാരിക്കുന്നില്ല, പരസ്പരം ഇഷ്ടങ്ങൾ വേറെ, മറ്റുള്ള കാര്യങ്ങളൊക്കെ വേറെ, എല്ലാം ഒരു യാന്ത്രികമായിട്ട് ചെയ്തു വരുന്ന ചില കാര്യങ്ങളാണ്. ഇപ്പോൾ വിവാഹ ബന്ധങ്ങൾ എന്ന് പറയുന്നത് തന്നെയാണെന്നുണ്ടെങ്കിലും ഓക്കെ, കല്യാണം കഴിച്ചു ഒരു അപ് ടു ഒരു ലെവൽ, ഒരു 1-2 വർഷം വരെയൊക്കെ ഒരു കുഞ്ഞായി 2 കുഞ്ഞായി കഴിഞ്ഞ് പിന്നീട് അവർ തമ്മിലുള്ള ആ ഒരു ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിരളമാണ്. ഇപ്പോഴത്തെ കാലത്തെ ഭാര്യാഭർത്താക്കന്മാരെന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു പർട്ടിക്കുലർ ഒരു 3-4 വർഷത്തിന് ശേഷം പിന്നെ ആ ഒരു സ്നേഹമോ മമതയോ പ്രണയമോ അങ്ങനെയുള്ള ആ ഒരു പ്രത്യേകമുള്ള ആ മാനസികാവസ്ഥയൊന്നും ഇപ്പോഴത്തെ ജനറേഷനിൽ കാണുന്നില്ല എന്നുള്ളത് സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണ്. എനിക്കറിയില്ല, എൻ്റെ ആ മനോഭാവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് അതേക്കുറിച്ചുള്ള അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ, നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ് നിങ്ങളുടെ പങ്കാളികളോട് നിങ്ങൾ ഇടപെടുന്നത്? നിങ്ങളിപ്പോഴും 60 വയസ്സായ ആൾക്കാരായിക്കോട്ടെ, 70 വയസ്സുള്ള ആൾക്കാരായിക്കോട്ടെ, 80 വയസ്സുള്ള ആൾക്കാരായിക്കോട്ടെ, ഈ ഒരു 30-ന് ശേഷം അല്ലെങ്കിൽ 40-ന് ശേഷമുള്ള ആളുകളെ എന്നെ ശ്രവിക്കുന്ന നമ്മുടെ ട്രാവൽ ബിസിനൊരു വീഡിയോ കാണുന്ന എത്ര ആൾക്കാരുണ്ട്? അവനവൻ്റെ ഭാര്യയുടെ കൂടെ എല്ലാ ദിവസവും കിടന്നുറങ്ങുന്ന ആളുകൾ എത്ര പേരുണ്ട് എന്നുള്ള ആത്മാർത്ഥമായിട്ട് മനസ്സിൽ തട്ടി നിങ്ങൾ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മനസ്സനുവദിക്കുന്നുണ്ടെങ്കിൽ ചെയ്യണം. അതല്ലെന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം നിങ്ങളോട് പറയുകയാണ്, ഞാനെൻ്റെ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്, സമയം കിട്ടി ഇനി മുതൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അവസരം മീൻസ് ജോലി തിരക്കുള്ള സമയത്തൊക്കെ നമ്മൾ പോകും, അല്ലാത്തപ്പോൾ എല്ലായ്പ്പോഴും ഭാര്യയോടൊപ്പം നമ്മൾ എത്ര പ്രശ്നങ്ങളാണ് ജീവിതത്തിൽ, എത്ര സ്ട്രെസ് ഉണ്ട്, എത്ര ടെൻഷൻ ഉണ്ട്, എന്ത് തന്നെ പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിലും എപ്പോഴും നമ്മുടെ എവിടുന്ന് എങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലും വൈകുന്നേരങ്ങളിൽ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നമ്മളുടെ ഭാര്യയോടൊപ്പം നമ്മൾ സമയം ചിലവഴിക്കാൻ ശ്രമിക്കുക. നമ്മൾക്കുള്ള സമയങ്ങൾ നമ്മൾ ഉറങ്ങുമ്പോഴെങ്കിലും ആ കിടക്കുന്ന നമ്മളുള്ള 5 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂർ 7 മണിക്കൂർ 8 മണിക്കൂർ ആ സമയമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പങ്കാളിയോടൊപ്പം നമ്മൾ ചിലവഴിക്കേണ്ടതാണ്, അത്യാവശ്യമാണ്.
തീർച്ചയായിട്ടും ദയവ് ചെയ്ത് എല്ലാവരും ഇത് ഒന്ന് ഫോളോ അപ്പ് ചെയ്യണം. ഇന്നലെ വരെ നിങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ല, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കത്തില്ല. ഇന്ന് നിങ്ങളൊന്ന് ഡിസൈഡ് ചെയ്യാവോ, ഞാൻ ഇന്ന് മുതൽ എൻ്റെ എന്ത് പറഞ്ഞാലും എൻ്റെ ഭർത്താവിന് മക്കൾ എന്ത് തീരുമാനിച്ചോട്ടെ, കലിയ വലി അല്ലെന്നുണ്ടെങ്കിൽ പോകാൻ പറയരുത്, എൻ്റെ ഭർത്താവല്ലേ, അല്ലെ എൻ്റെ ഭാര്യയല്ലേ, അമ്മ എന്നാ വിചാരിക്കും, അല്ല അച്ഛൻ എന്നാ വിചാരിക്കും, അനിയന്മാരെന്നാ വിചാരിക്കും, ചേട്ടന്മാരെന്നാ വിചാരിക്കും, അല്ല വീട്ടിൽ സ്ഥലമില്ലേ, ഉള്ള സ്ഥലം മതി, നമുക്കൊരു കുഞ്ഞൊരു പാ മതിയല്ലോ. പിന്നെ ഒരുമയുണ്ടെങ്കിൽ ഒലക്കയിലും കിടക്കാമെന്ന് പറയുന്നുണ്ടെങ്കിൽ ഒലക്കരപ്പുറത്തൊന്നും ഒരിക്കലും കിടക്കാൻ പറ്റില്ല. എന്നാലും ഒരു പായ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ കൈമടക്കിനകത്ത് അവിടെ തലവെച്ച് കിടക്കുമ്പോൾ ഭാര്യയ്ക്ക് ലഭിക്കുന്ന സംതൃപ്തിയും സുരക്ഷിതത്വവും സ്നേഹവും ഭർത്താവിനോടുള്ള ആത്മാർത്ഥവും വിശ്വാസവും ഒന്നും ലോകത്ത് എന്നാ പട്ടുമത്തെ കിടന്നാലും കിട്ടില്ല എന്ന് വിശ്വസിക്കുന്നയാളാണ്. ഇത് കേൾക്കുമ്പോൾ എൻ്റെ ഭാര്യ അവിടെ നിന്നിട്ട് അവൾ പിന്നെ ഇതിപ്പം കേൾക്കുന്നില്ല, കേൾക്കുമ്പോഴേക്ക് പൊട്ടിച്ചിരിക്കുകയും എന്നോട് പിന്നെ വിമർശിച്ച് പറയുകയും ചെയ്യായിരിക്കും ഇവൻ മമ്മിയാണെന്നുണ്ടെങ്കിലും കാര്യം അങ്ങനെയാണ്. കാരണം ഞാനിങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്ന ആളായതുകൊണ്ട് ബെസ്റ്റ് ആളാണ് ഈ പറയുന്നതെന്നൊക്കെ പറയുമായിരിക്കാം, മേ ബി ഉള്ള കാര്യം പറയണമല്ലോ. അപ്പോൾ ഞാനത് തുറന്ന് പറയുകയാണ്. അപ്പോൾ അത് ഞാൻ നമ്മുടെ ജീവിതത്തിൽ പഠിച്ച പാഠമാണത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ 80 വയസ്സും 70 വയസ്സുമുള്ള ഈ ഇത്രയും പ്രായമുള്ള ആളുകൾ കഴിഞ്ഞ 52 വർഷമായിട്ട് ജീവിതത്തിൽ ഈ പെറ്റുകിടന്ന സമയത്തല്ലാതെ ഒരിക്കൽ പോലും മാറി കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ മാറി കിടന്നിട്ടില്ല എന്ന് പറയുന്ന സാധാരണ സമയത്ത് എത്ര അസുഖങ്ങളാണെങ്കിലും എന്തു തന്നെയാണെങ്കിലും ഇവൻ ഞാൻ പറഞ്ഞു, തങ്കമണി അമ്മ പറഞ്ഞ് നാണത്തോടാണെന്നുണ്ടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ഞാൻ പെറ്റ് കിടക്കുമ്പോൾ പോലും അങ്ങേരൻ്റെ വെളിപ്പുറത്തുണ്ട്, മുറിയുടെ അടുത്തുണ്ട് എന്നുള്ളതാണ്. കാരണം ആ ഉച്ഛ്വാസത്തിൻ്റെ ആ ശബ്ദങ്ങൾ, അയാൾ ശ്വാസം വലിക്കുന്നത് എനിക്ക് ഇവിടെ കിടന്ന് കൊച്ചുമായിട്ട് കിടക്കുമ്പോൾ എനിക്ക് കേൾക്കാം, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പം അത്ര അടുപ്പത്തിലാണ്, അത്രയും ഉള്ള ആ ഒരു എന്താ പറയുക, അത് ജീവിതത്തിൻ്റെ ആ തീക്ഷ്ണതയും അനുഭവ പാഠങ്ങളും പരസ്പരമുള്ള വിശ്വാസവും പരസ്പരം അകന്നു കഴിയാനുള്ളതല്ല ജീവിതം എന്നുള്ളൊരു വലിയ പാഠമാണ് ഈ പ്രായമായ വിവരവും വിദ്യാഭ്യാസവും ഒന്നുമില്ലാത്ത സാധാരണക്കാരിൽ എക്സ്ട്രീം സാധാരണക്കാരായ വെറും നാട്ടുമ്പുറത്തുകാരാണ് ഇവരെന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ജനറേഷനിൽ പഠിക്കാനുള്ള വലിയൊരു പാഠം, വലിയൊരു ലെസണാണ് ഈ പത്മനാഭൻ എന്ന് പറഞ്ഞ അച്ഛനും തങ്കമണി എന്ന് പറഞ്ഞ അമ്മയും നമുക്ക് മുന്നിൽ കാണിച്ചു തരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആര് തന്നെ ആയിക്കോട്ടെ, എവിടെ തന്നെ ആയിക്കോട്ടെ, എന്ത് പരിസ്ഥിതിയിൽ തന്നെ ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും ഒരു 50% നമ്മുടെ ഭാര്യാഭർത്താക്കന്മാരുള്ള പ്രശ്നങ്ങൾ അവരൊരുമിച്ച് ഒരു പിന്നെ മുറിയുടെ ഉള്ളിൽ ഒരു കട്ടിലിൽ അല്ലെങ്കിൽ ഒരു പായിൽ പരസ്പരം കിടക്കുമ്പോൾ തീരാവുന്ന പ്രശ്നങ്ങളാണ് നമ്മളുടെ ഈ വിവാഹ ജീവിതത്തിലുള്ളയും ഭാര്യാഭർത്താക്കന്മാരുടെ 80% പ്രശ്നങ്ങളും എന്നുള്ള വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കണ്ണകന്നാൽ മനസ്സകന്നു എന്ന് പറയുന്ന പോലെ മനസ്സകന്നു കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരം അങ്ങ് അകന്നു പോവുകയാണ്. പരസ്പരം വലുതായിട്ട് സ്നേഹപ്രകടനങ്ങളൊന്നും നടത്തിയില്ലെങ്കിലും പരസ്പരം വലുതായിട്ട് പരിലാളനങ്ങളൊന്നും നടന്നില്ലെങ്കിലും ഒരാൾക്ക് മറ്റൊരാളുടെ ഹൃദയമിടിപ്പ് ശ്രവിച്ചുകൊണ്ട് കിടക്കുന്ന ആ സുഖവും സായുജ്യവും ജീവിതത്തിൽ ഒരിക്കലും വേറെ എങ്ങും കിട്ടുകയില്ല. അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മേന്മയും ഏറ്റവും വലിയ നന്മയും എന്നുള്ള തിരിച്ചറിവ് ഇപ്പോഴാണ് ഞാൻ പഠിച്ചത്. അത് എനിക്ക് ലഭിച്ച പാഠം ഞാൻ നിങ്ങളുമായിട്ട് എല്ലാവരായിട്ടും പങ്കുവയ്ക്കുകയാണ്. ട്രാവൽ വിത്ത് സിനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ ഞാൻ ഇന്ന് പറഞ്ഞ ഈ പത്മനാഭനച്ഛൻ്റെയും തങ്കമണി അമ്മയുടെയും അവരുടെ ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കുറച്ചെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് പകർത്തുവാനായിട്ട് ശ്രമിക്കാം. വീണ്ടും നാളെ സത്യത്തിൻ്റെ മറ്റൊരു നല്ല കഥയുമായിട്ട് ഒരു നേർക്കാഴ്ചയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും സുഖമായിരിക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ.